ഒക്ടോബർ 4-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് PV അൻവർ സൂചിപ്പിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൂടിയായിരിക്കും നിയമസഭയിലേക്ക് വരിക. ഒപ്പം തന്നെ LDF താൻ വിട്ടിട്ടില്ല, LDF വിട്ട് എന്ന് വാക്കുകൊണ്ട് താൻ പറഞ്ഞിട്ടില്ല എന്ന് PV അൻവർ സൂചിപ്പിക്കുന്നു. LDF പുറത്താക്കിയാൽ തറയിലിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നാണ് പറയുന്നത്. വലിയൊരു ആപത്തിലേക്കാണ് കേരളം പോകുന്നത് എന്ന് പറയുന്നു. LDF വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വിടുന്നു എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാക്കുപിഴയായിരുന്നു. പുറത്താക്കും വരെ താൻ LDF-ൽ തുടരും. ആരോപണങ്ങളെല്ലാം തനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം എന്നുള്ള നിലയ്ക്കാണ് PV അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. PV അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തിലേക്കൊന്നുമല്ല ഞങ്ങൾ ആ ഘട്ടത്തിൽ പോയത്. ഒരു MLA എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തി അന്വേഷിക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചത്. അതിലും അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിക്കും LDF-നും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല LDF-ൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു. ഉദ്ദേശം വ്യക്തമാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു. സ്വയമേവ പ്രഖ്യാപനവും നടത്തി. LDF-ൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. പക്ഷെ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്